ദൈവം പറഞ്ഞതനുസരിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്ന യോനാ പ്രവാചകന്റെ ജീവിതം നമ്മളിൽ ചിലരുടെ ജീവിതം പോലെയാണെന്ന് പലപ്പോഴും തോന്നാറില്ലേ? ദൈവം യോനായോട് പറയുന്നത് നിനവെ എന്ന സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ജനങ്ങളുടെ ദുഷ്ടതയ്ക്കെതിരെ പ്രസംഗിക്കണമെന്നായിരുന്നു. എന്നാൽ യോന നിനവയിലേക്ക് പോകാതെ തർസീസ് എന്ന പട്ടണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. തർസീസിലേക്ക് പോകുവാൻ യാഫോവ് എന്ന സ്ഥലത്ത് നിന്ന് കപ്പൽ കയറുന്നു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം ദൈവം അതിഭയങ്കരമായ കൊടുങ്കാറ്റടിപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചത് ആരുടെ നിമിത്തമാണെന്നറിയുവാൻ വേണ്ടി കപ്പലിലുള്ളവർ ചീട്ടിടുന്നു. ആ ചീട്ട് യോനാ പ്രവാചകന് വീഴുന്നു. കപ്പലിലുള്ളവർ യോനായുടെ സമ്മതത്തോടുകൂടെ തന്നെ അവനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളയുന്നു. യോനായെ വിഴുങ്ങുവാനായി ദൈവം ഒരു മഹാമത്സ്യത്തെ ഒരുക്കി നിർത്തിയിരുന്നു. അങ്ങനെ 3 ദിവസം യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു വിടുതലിനായി അപേക്ഷിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. മത്സ്യം യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. പിന്നീട് യോന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിനവയിലേക്ക് ചെല്ലുകയും അവർക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തു. അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു.